ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു വീഡിയോ ട്രിം ചെയ്യാം അല്ലെങ്കിൽ കട്ട് ചെയ്യാം എന്നുള്ളതാണ്. അതിനായിട്ട് ഞാനൊരു വീഡിയോ ഇവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ ഡ്യൂറേഷൻ ഏകദേശം 1 മിനിറ്റ് ഉണ്ട് ഡ്യൂറേഷൻ. അപ്പോൾ ഈ വീഡിയോയുടെ ആദ്യത്തെ ഒരു 15 സെക്കൻഡ് എനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 15 സെക്കൻഡ് ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ ഈ മൗസ് ജസ്റ്റ് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഒരു റെഡ് ഡയറക്ഷനിൽ ഡ്രാഗ് ചെയ്ത് വലിച്ചിടാൻ ഒരു സിമ്പിൾ വരുന്നതാണെങ്കിൽ അത് വന്നു കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് 15 സെക്കൻഡിൻ്റെ അവിടേക്കല്ലേ വേണ്ടാത്തത്. ആ 15 സെക്കൻഡിൻ്റെ അവിടേക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആദ്യത്തെ 15 സെക്കൻഡ് നമുക്ക് ഡിലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇനി ഇവിടുത്തെ എംറ്റി സ്പേസ് ഡിലീറ്റ് ചെയ്യാൻ ആ സ്പേസ് ജസ്റ്റ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഡിലീറ്റ് വെക്കുക. ഇങ്ങനെയാണ് ഇപ്പോൾ ആദ്യത്തെ 15 സെക്കൻഡുകൾ. ഇനി എനിക്കിപ്പോൾ ടൈം ലൈൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ആദ്യത്തെ 45 സെക്കൻഡ് ക്ലിപ്പ് മതി. ലാസ്റ്റത്തെ ട്രെയിലിംഗ് 15 സെക്കൻഡ് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ഇതേപോലെ പോകും. അപ്പോൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് വലിക്കാനുള്ള ഓപ്ഷൻ കിട്ടും. ഇത് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് വലിച്ചാൽ നമുക്ക് ഈ ഒരു പോർഷൻ കൂടി പോകും. ഇങ്ങനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യും. നമ്മൾ തുടക്കത്തിൽ ഡിലീറ്റ് ചെയ്ത് എങ്ങനെയാണ് ആദ്യത്തെ 15 സെക്കൻഡ് ജസ്റ്റ് ഇവിടെ പോയിട്ട് വലിച്ചിട്ട് 15 സെക്കൻഡ് ഡിലീറ്റ് ചെയ്തു. പക്ഷെ ഇവിടെ ഒരു എംറ്റി സ്പേസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അങ്ങനെ എംറ്റി സ്പേസ് ക്രിയേറ്റ് ആവാണ്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഡിലീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ റൈറ്റിലത്തെ ഈ ഒരു ക്ലിപ്പിൽ അത് ലെഫ്റ്റിലേക്ക് അറ്റാച്ച് ആവണം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് ചെയ്യുക. അതായത് നമ്മൾ ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്യില്ലേ, ഡിലീറ്റ് ചെയ്യാം. അതായത് 15 സെക്കൻഡ് വരെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഡ്രാഗ് ചെയ്തിട്ട് കളയും. അങ്ങനെ കളയുന്ന സമയത്ത് കീബോർഡിലെ കൺട്രോൾ കീ ജസ്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു യെല്ലോ കളറിൽ ആ സിമ്പിൾ ആയത് കാണാൻ പറ്റും. ഇനി 15 സെക്കൻഡ് വരെ നമ്മൾ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 15 സെക്കൻഡ് ഡിലീറ്റ് ആവുകയും ചെയ്യും. അതിനുശേഷമുള്ള റൈറ്റ് മോസ്റ്റത്തെ ആ ഒരു ഫയല്, ആ ഒരു വീഡിയോയുടെ ക്ലിപ്പ് ലെഫ്റ്റിലേക്ക് അറ്റാച്ച്മെന്റ് ആവുകയും ചെയ്യും. അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു വീഡിയോയുടെ നടുവീത്തെ, അതായത് 15 സെക്കൻഡിനും 30 സെക്കൻഡിനും ഇടയിലുള്ള ക്ലിപ്പാണ് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോനെ ആദ്യം നമ്മൾ കഷ്ണങ്ങളാക്കണം, അതായത് പീസാക്കണം. ഇപ്പോൾ ടോട്ടൽ 1 മിനിറ്റ് ആണ്. ഇതിന്റെ നടുവീത്തെ ഒരു 15 സെക്കൻഡിനും 30 സെക്കൻഡിനും ഇടയിലുള്ള പോർഷനിക്ക് വേണ്ട. 15ന്റെ അവിടെ ഒന്ന് കട്ട് ചെയ്യുക, 30ന്റെ അവിടെ കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂളാണ് ഇറേസർ ടൂൾ. ആ ബ്ലേഡിന്റെ സിമ്പിളുള്ള ബ്ലേഡിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഇറേസർ ടൂൾ. അതിന് ഷോർട്ട് കട്ട് സി ആണ്. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എവിടെയാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് അവിടെ ഒക്കെ ജസ്റ്റ് ഒന്ന് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ 13 സെക്കൻഡ് അവിടെ അല്ലേ വേണ്ടത്, അവിടെ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ വീഡിയോസ് സെലക്ട് ചെയ്യണം. ഇപ്പൊ നമ്മൾ എടുക്കുന്ന ടൂള് ഇറേസർ ടൂളിലാണ്. ഇനി സെലക്ഷൻ ടൂളിലേക്ക് പോകാൻ ഒന്നെങ്കിൽ ഇവിടെ സെലക്ഷൻ ടൂളിന്റെ അവിടെ പോയി ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ സെലക്ഷൻ ടൂളിന്റെ ഷോർട്ട് കട്ടായ ബി ജസ്റ്റ് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് നടുവീത്ത് വീഡിയോ ആണ് വേണ്ടാത്തത്. നടുവീത്ത് വീഡിയോ കട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഡിലീറ്റ് വെക്കുക. അങ്ങനെ ഡിലീറ്റ് വെക്കുമ്പോൾ ഒരു എംറ്റി സ്പേസും കൂടി ക്രിയേറ്റ് ആവും. അപ്പൊ അതും കൂടി സെപ്പറേറ്റ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. അങ്ങനെ എംറ്റി സ്പേസ് വരാണ്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഡിലീറ്റ് ആവണം, ആ വീഡിയോ ഡിലീറ്റ് ആവുമ്പോൾ തന്നെ റൈറ്റ് ചെയ്ത് ഈ വീഡിയോ ഇതിലേക്ക് അറ്റാച്ച് ആവണമെങ്കിൽ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഡിലീറ്റ്, കീബോർഡിൽ ഡിലീറ്റ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പൊ ആ വീഡിയോയും കൂടി ഡിലീറ്റ് ആവും. അതിനുശേഷം റൈറ്റ് മോസ്റ്റത്തെ വീഡിയോയും കൂടി ഇതിലേക്ക് അറ്റാച്ച് ആവും. എംറ്റി സ്പേസ് ക്രിയേറ്റ് ആവില്ല.